ഇവിടെ കിണറ്റിന്റെ മേലെ കിടന്ന ഒരാളെ പുഷപ്പ് എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്ന മാസ്റ്റർ വന്നിട്ട് അവന്റെ കൈന്റെ ഇടയിലെ 2 മുട്ട വെച്ചിട്ട് ഇനി പുഷപ്പ് എടുക്ക്, പക്ഷെ മുട്ടയൊന്നും ഉടയാൻ പാടില്ലെന്ന് പറയുന്നു. എന്നാ അവനെ കൊണ്ട് ആ പുഷപ്പ് എടുക്കാനേ പറ്റുന്നില്ല. ആ 2 മുട്ടയും ഉടഞ്ഞു പോവാണ്. അപ്പൊ ആ മുട്ട തന്നെ അവന് ഡിന്നറിന് കുക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം പിറ്റേന്നും അവൻ മുട്ട വെച്ച് പുഷപ്പ് എടുത്തുകൊണ്ടിരുന്നപ്പോ മാസ്റ്റർ ഒരു വലിയ പാറക്കല്ലെടുത്ത് അവന്റെ മുതുകിൽ വെക്കുന്നു. അപ്പൊ വെയിറ്റ് കാരണം പിന്നെ മുട്ട പൊട്ടി പോവാണ്. അങ്ങനെ ആ മുട്ട തന്നെ വീണ്ടും അവന് ഡിന്നറിന് കുക്ക് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അവൻ അതുപോലെ പിന്നെ പ്രാക്ടീസ് ചെയ്ത് മുതുകില് പാറക്കല്ല് വെച്ചുകൊണ്ട് മുട്ട ഉടയാതെ പുഷപ്പ് എടുക്കാൻ പഠിക്കുന്നു. ശേഷം മാസ്റ്റർ പറഞ്ഞു, ഇനി നീ 3 വിരലിൽ പുഷപ്പ് എടുക്കണം, അതിനുശേഷം 2 വിരലിൽ പുഷപ്പ് എടുക്കണം, ലാസ്റ്റ് ആയിട്ട് 1 വിരലിൽ എടുക്കണം. അങ്ങനെ 2 മാസം പ്രാക്ടീസ് ചെയ്ത് കിൻഡൽ കണക്കിന് മുട്ട പൊട്ടിച്ചവൻ അതെന്നും ഡിന്നറിന് കഴിച്ച് മടുക്കുന്നു. ശേഷം മാസങ്ങൾ കഴിഞ്ഞ് മുതുകില് കല്ല് വെച്ച് മുട്ടകളൊന്നും ഉടയാതെ അവൻ ഒറ്റ വിരലിൽ പുഷപ്പ് എടുത്ത് പഠിക്കുന്നു. അതിനുശേഷം അവന് മുട്ടയില്ലാതെ ഡിന്നർ കൊടുക്കുകയാണ്. എന്നിട്ട് മാസ്റ്റർ അവന് വുഡില് പ്രാക്ടീസ് കൊടുക്കുകയാണ്. അതിലാണെങ്കിൽ ഒരു ഭാഗത്ത് അടിച്ചാലും മറുഭാഗം അവന്റെ മുതുകിൽ വന്നടിക്കും. അതും അവൻ നല്ലപോലെ പഠിച്ച ശേഷം മാസ്റ്റർ അവന്റെ കയ്യിൽ വെയിറ്റ് ഉള്ള ഒരു ബാർബൽ എടുത്ത് കൊടുത്തിട്ട് കയ്യിൽ അത് ഉരുട്ടാൻ പറയുന്നു. എന്തിനാന്ന് വെച്ചാൽ കൈ വളരെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് അവസാനം അവന്റെ ബോഡി ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് റബ്ബറിൽ വലിച്ചു കെട്ടിയിട്ട് വെയിറ്റ് ഉള്ള കല്ലെടുത്തിട്ട് മരത്തിനെ ബ്രേക്ക് ചെയ്യാൻ പറയുന്നു. അപ്പൊ ഓരോ കല്ലവൻ എറിയും തോറും മാസ്റ്റർ വീണ്ടും ടൈറ്റ് ആയിട്ട് റബ്ബർ ഇട്ട് അവന്റെ ബോഡി മുറുക്കി കെട്ടാൻ തുടങ്ങി.